ഇപ്പോൾ നമുക്കൊപ്പം വി ജോയ് MLA കൂടിയുണ്ട്. നമസ്കാരം. നമുക്ക് നേരത്തെ താങ്കളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുന്നിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് നമുക്കുള്ളത്. ഇയാളെ രണ്ട് കുട്ടികളെ പിടിച്ചു തള്ളി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, ചവിട്ടി തള്ളി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടി പുറത്തേക്ക് വീഴുകയും ഒരു കുട്ടി അകത്ത് തന്നെ വീഴുകയും ചെയ്തു എന്നുള്ളതാണ്. ഭാഗ്യം കൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടി രക്ഷപ്പെട്ടത്. മറ്റേ കുട്ടിയുടെ സ്ഥിതി വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യമെന്നാണ് മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞത്. എന്തായിരുന്നാലും മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ വളരെ വേഗം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ രാത്രികാലങ്ങളിലെ റെയിൽവേ, പ്രത്യേകിച്ചും സുരക്ഷയുടെ കാര്യത്തിൽ റെയിൽവേ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചുനാൾ അലർട്ടാവും. അത് കഴിയുന്നതോടുകൂടി റെയിൽവേ ഒരു ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു 19 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയുടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര ഗുരുതരമാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ അവസ്ഥ, അതിനൊപ്പം തന്നെ നമുക്കിപ്പോൾ താങ്കൾ പറഞ്ഞു ആശുപത്രിയിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വെന്റിലേറ്ററിലാണ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെന്താണ് ഏറ്റവും ഗുരുതരമായിട്ടൊരു അവസ്ഥയിലാണ് ആ കുട്ടിയുടെ നില എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കുന്നത്? അതെ 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 ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് ഉള്ളത് കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെയാണ് മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് മാറ്റുന്നത്. ഈ പ്രതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? പ്രതിയെ ഇപ്പോ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ ഈ വെള്ളറട പനച്ചമൂടുള്ള ഒരു വ്യക്തിയാണ്. മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് അറിയാൻ വയ്യ. പക്ഷെ സംസാരം കേട്ടാർക്ക് ഒരു മദ്യപിച്ചിട്ടുള്ളത് പോലെ തോന്നുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇയാൾ കോട്ടയത്ത് നിന്നാണ് കയറിയതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ തൊട്ട് ഈ അതിന്റെ മേൽപ്പാലം വരെയുള്ള സമയത്താണ്, അവിടെ വെച്ചിട്ടാണല്ലോ ഈ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പൊ അതുവരെ വേറെ തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രകോപനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവിക പെരുമാറ്റമൊന്നും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും പറഞ്ഞത്. നേരത്തെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഏറ്റവും ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും നോക്കി കാണുന്നത് ഈ സംഭവം. നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയാം. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു ആശങ്ക ഇപ്പോഴും ഉണ്ട്. ആ ഒരു ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു സംഭവം കൂടി കാണുന്നത്. അത് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മള് റെയിൽവേ ഈ കാര്യത്തിൽ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ വേണം. കാരണം ഈ സ്ത്രീകള് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു സുരക്ഷ എവിടെ നിന്നാണ് കിട്ടേണ്ടത്? അപ്പൊ സ്വാഭാവികമായി അതിനകത്തൊരു പോലീസിന്റെ സാന്നിധ്യം, അവരുടെ ചെക്കിങ്, ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മദ്യപിച്ചിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നുണ്ടോ, ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ, ഇതെല്ലാം പോലീസ് നോക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കാതെ വരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നത്. അത് സീരിയസ് ആയിട്ട് റെയിൽവേ അതിനകത്ത് മറുപടി പറയേണ്ട കാര്യമാണത്. തീർച്ചയായിട്ടും അയാൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും അങ്ങനെ ഒരു ഇന്നിപ്പോൾ അസ്വാഭാവികമായിട്ടൊരു പെരുമാറ്റം അല്ലെങ്കിൽ ഇതുപോലൊരു പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റം അയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അയാൾ മദ്യപിച്ചാണ് അവിടെ ഇരുന്നിട്ടുള്ളത് എന്നാണ് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? അതെ അതെ വളരെ ഒരു ശ്രദ്ധിച്ച് നമ്മള് റെയിൽവേ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ രാത്രിയിൽ 9 മണി 10 മണിക്കെല്ലാം ദൂരന്ന് ഇപ്പൊ എറണാകുളം പോലുള്ള സ്ഥലത്തുനിന്ന്, കോട്ടയം പോലുള്ള സ്ഥലത്തുനിന്ന്, തൃശ്ശൂർ പോലുള്ള സ്ഥലത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിറ്റേന്ന് രാവിലെ വീണ്ടും പഠിക്കാനോ ജോലിക്കോ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ റെയിൽവേ ഒരുക്കേ മതിയാവുള്ളൂ. കാരണം ഇത്തരം ഈ ക്രിമിനൽ സെറ്റുകൾ ഇങ്ങനെ ചെയ്താല് ഇപ്പൊ എത്ര സംഭവങ്ങളായി നമ്മുടെ നാട്ടില്. അപ്പം ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് അയക്കാനായിട്ട് രക്ഷകർത്താക്കള് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് മേലിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതാണത്. ഓക്കെ, താങ്ക് യു. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വി ജോയ് MLA ആണ് നമ്മളോട് പ്രതികരിച്ചത്. വർക്കല MLA ആണ് അദ്ദേഹം.